പ്രതിഷേധത്തെ തുടർന്ന് എറണാകുളം സൗത്ത് വാഴക്കുളത്ത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ശ്രമം അഭിഭാഷക കമ്മീഷൻ താൽക്കാലികമായി ഉപേക്ഷിച്ചു. പ്രതിഷേധക്കാരെ തടയുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. അമൽ, മുൻപും ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിഷേധക്കാരെ പിൻവലിക്കാനുള്ള അല്ലെങ്കിൽ അവരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറിയതോടെ ഇനി എന്തായിരിക്കും അവരുടെ നീക്കം? പ്രതിഷേധക്കാരുടെ നീക്കം എങ്ങനെയാണ്? ഒപ്പം തന്നെ അധികൃതരുടെ നീക്കങ്ങളും എങ്ങനെയായിരിക്കും? അമൽ. ശ്രീനിത, ഇത് 7ാമത്തെ തവണയാണ് ഈ അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തുന്നത്. പെരുമ്പാവൂരിന് അടുത്തുള്ള സൗത്ത് വാഴക്കുളത്തെ പരിയാത്തക്കാവില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. ഏറെക്കാലമായിട്ട് നമ്മുടെ അധികാരികൾക്കും അതേപോലെ തന്നെ പ്രതിഷേധക്കാർക്കും ഒരേപോലെ തലവേദനയും സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഭൂമി തർക്കം എന്നതിനപ്പുറം ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഈ ഒരു വിഷയം വളരുകയാണ്. കോടതി കയറിയ, സുപ്രീം കോടതി വരെ കയറിയ ഒരു കേസാണിത്. ഇതിന്റെ ഭാഗമായിട്ട് കണ്ണാട്ട് ശങ്കരൻ നായർ എന്ന വ്യക്തിക്ക് ഇവർ താമസിക്കുന്ന 8 കുടുംബങ്ങൾ, 8 പിന്നോക്ക ജാതിയിൽപ്പെട്ട 8 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഒരു സ്ഥലം തന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയ ഹർജിയെ തുടർന്നാണ് ഈ കുടുംബങ്ങൾക്കെതിരായിട്ട്, ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട അവിടുത്തെ താമസക്കാരായിട്ട് കുടുംബങ്ങൾക്ക് എതിരായിട്ട് വിധി വരുന്നത്. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. ഈ പ്രശ്നങ്ങളെ തുടർന്ന് ദീർഘനാളായിട്ട് അവരവിടെ സമരം നടത്തുകയായിരുന്നു. എന്നാൽ കോടതിയുടെ വിധി നടത്തിപ്പ് ഹർജി കൊടുത്തതിന് മുൻപാകെ, അതായത് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിക്ക് മുൻപാകെ വിധി നടത്തിപ്പ് ഹർജി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷനെ നിയമിക്കുകയും അഭിഭാഷക കമ്മീഷൻ ഇവിടെ എത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ അഭിഭാഷക കമ്മീഷൻ എത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് അഭിഭാഷക കമ്മീഷണർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇപ്രാവശ്യം വലിയ ഒരു പോലീസ് സന്നാഹയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. ഏതായാലും ഇന്നും പ്രതിഷേധക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അഭിഭാഷക കമ്മീഷനും പോലീസുകാർക്കും തിരിച്ചു പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. CIക്ക് ഉണ്ടായ ഒരു ദേഹാസ്വസ്ഥതയെ തുടർന്നാണ് തങ്ങൾ തിരിച്ചു പോകുന്നത് എന്നാണ് അഭിഭാഷക കമ്മീഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏതായാലും തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. തങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകൾ ഉണ്ടാകണം എന്നാണ് പ്രതിഷേധക്കാർ ഈ വിഷയത്തിൽ അറിയിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ നടപടികളിൽ നിന്ന് അഭിഭാഷക കമ്മീഷൻ പിന്മാറിയിരിക്കുന്നത്. അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.